അപ്പം നീ ഇന്നും നിൻ്റെ വീഡിയോ ആയിട്ട് വന്നോ എന്താണോ ആലോചിക്കുന്നത്? യെസ്, ഞാൻ ഇന്നും വന്നു. കാരണം ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. ഇന്ന് December 31. അപ്പം ഇന്ന് നൈറ്റ് നമ്മൾ മോസ്റ്റ്ലി JBR എവിടെയെങ്കിലുമൊക്കെ പോയി, എവിടെയാണ് പോകുന്നതെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മൾ നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കും. അപ്പോൾ നമ്മൾ അതും ക്യാപ്ചർ ചെയ്യണമല്ലോ, കാരണം അതൊരു മെമ്മറി ആണല്ലോ. 25 വയസ്സ് കഴിഞ്ഞിട്ട് അല്ല 25-ആം വയസ്സിലെ ന്യൂ ഇയർ ഞാൻ ആഘോഷിക്കണ്ടേ? വലിയ ആഘോഷമൊന്നുമില്ല, എന്നാലും റെക്കോർഡ് ചെയ്യണ്ടേ. സോ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ രാവിലെ മുതൽ റെക്കോർഡ് ചെയ്യാം. വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഹൗ ഇസ് ഇറ്റ്. അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ പാർക്കിൽ കൂടെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പകൽ പ്രത്യേകിച്ചൊന്നുമില്ല, നൈറ്റുള്ളൂ. എന്നാലും ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. നൗ ഞങ്ങളിനി റെഡി ആവാനൊക്കെ തുടങ്ങാണ്. റെഡി ആയിട്ട് എക്സ്പോ സിറ്റിയിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അവിടെ പോയി അവിടെ ഫയർ വർക്ക്സൊക്കെ ഉണ്ട്. സോ ഫയർ വർക്ക്സൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നടന്ന് 8-8:30 ആകുമ്പോൾ ഇവിടെ നടന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 6 ആയിട്ടേ ഉള്ളൂ. സോ ഒരുങ്ങാൻ ഇഷ്ടംപോലെ സമയമുണ്ട്, ഡ്രസ്സ് മാറാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. സോ ആദ്യം പോയി ഫ്രഷൊക്കെ ആയി ഭക്ഷണമൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് ബൈ. സോ ഞങ്ങൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എക്സ്പോ സിറ്റിയിൽ വരെ പോവാം. അവിടെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ ജസ്റ്റ് അതൊന്ന് കാണാം. ഞാനിവിടെ വന്നിട്ട് ദുബായ് വന്നിട്ട് 2 years ആയെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ്. മടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഇവിടെ ഭയങ്കര തണുപ്പില്ല. അപ്പം ഞാൻ പുറത്തങ്ങനെ മടിയാണ് പോവാൻ. പക്ഷേ ഇത്തവണ പോകാമെന്ന് വിചാരിച്ചു, കാരണം ലാസ്റ്റ് ആയിരിക്കുമല്ലോ. സോ നമ്മൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി. നമ്മൾ ആദ്യം വിചാരിക്കുന്നത് നമ്മൾ പോയിട്ടൊരു ചായ കുടിക്കും. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പോ 2020 പോകും. എക്സ്പോ 2020 ആയിരുന്നു, ഇവൻ്റ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനെ ഇപ്പോൾ എക്സ്പോ സിറ്റി എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ കിട്ടിയ വിവരമാണ്, അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. ഞാനൊരു ജാക്കറ്റും ഒരു ജീൻസും ആണ് ഇട്ടിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ഇടയിലൊരു ബെൽറ്റ് ഇട്ടു, അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് കൂടുതലുണ്ട്. ഭയങ്കര നാച്ചുറൽ ആയി ഉള്ള മേക്കപ്പ്. ഞങ്ങള് ലിപ്സ്റ്റിക്കേ ഉള്ളൂ, ഒരു 4-5 കോട്ട്. ഞങ്ങൾ പോകുന്നത് അറബ് ചായ് എന്ന് പറഞ്ഞിട്ടൊരു കടയിലാണ്. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ പോകുന്ന വൺ ഓഫ് ദ കടയാണിത്. ഇവരുടെ കൂടെ ഞാൻ എപ്പോൾ ഇറങ്ങിയാലും ചായ കുടിക്കാൻ ഇറങ്ങുന്നത് ഇവിടെയാണ്. ബൈ ദ വേ, ഞാൻ ഈ മോഡലിനെ പരിചയപ്പെടുത്തിയല്ലോ. ഷീസ് അനീഷ. ഇവളെ അറിയാമല്ലോ അല്ലേ? ഇത് ശ്രുതി. ബാക്കി പരിചയപ്പെടുത്തണോ? വേണ്ടല്ലേ, ഇത്ര മതി. ഇത്ര സംഭവത്തിന്റെ ഔട്ട്ഫിറ്റ് അങ്ങനെ കാണുന്നില്ല. ഇത് രണ്ടും ജാസ്തി. ഞാൻ നോർമൽ സിമ്പിൾ ആയിട്ടാണ് ഒരുങ്ങിയിട്ടുള്ളത്. ജസ്റ്റ് ഒരു കോട്ടും ഒരു ജീൻസും. ഞാനും ജസ്റ്റ് ഒരു കോട്ടും. 3 ഡ്രസ്, നമുക്ക് 2 ഡ്രസ്സേ ഉള്ളൂ. ഇത് സംഭവം എന്താ പറയുക, ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ എന്താ പറയുക, ഈ തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കട്ടിയുള്ളൊരു ഡ്രസ്സ് ഇടണം. അതാണ് നമ്മളിത് ഇട്ടത്. അത്രയേ ഉള്ളൂ. പിന്നെ ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു കോഫി കുടിച്ചിട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. അറബ് ചായ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു, കാരണം ഞങ്ങൾ കുറച്ച് ഓവറായിട്ട് ഒരുങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എല്ലാവരും നിൽക്കുമ്പോൾ കയറാനൊരു മടി. ആരാ? ശ്രുതി അല്ലേ? അവളങ്ങനെ ഇൻട്രോവേർട്ടൊന്നുമല്ല, വെറുതെ അഭിനയിക്കുന്നതാ. ഇവിടെ സത്യമായിട്ടും ഇവിടെ ഒരു ഗ്യാങ്ങിന്റെ ഇടയിൽ കൊണ്ടിട്ട് നോക്കിയൊക്കെ അവളവിടെ വർത്താനം പറഞ്ഞ് ചില്ലായിട്ടിരുന്നുള്ളൂ. ഇൻട്രോവേർട്ടാന്നൊക്കെ നമ്മളോട് വന്നിട്ട് കള്ളം പറയും. കള്ളം പറയാൻ എന്നെ കഴിഞ്ഞ ഈ ലോകത്താരുള്ളൂ. ക്രിസ്മസ് കഴിഞ്ഞാലും ഈ ഷോയ്ക്കൊന്നും ഒരു കുറവുമില്ല. സോ ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാനും കൂടെ പോയി നിൽക്കട്ടെ. ഇനി ഞങ്ങളുടെ ഫോട്ടോ സെഷനാണ്. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറാണ് അനീഷ. ഞങ്ങൾ
ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. അനീഷ അതാ അവിടെ ചായ പറഞ്ഞിട്ട് നിൽക്കാം. ഞങ്ങളൊരു 2 minutes ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളോട് കുറച്ച് വർത്തമാനം പറയാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പുറത്തൊക്കെ കുറേ കോഫി ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ കാണിച്ച നാൻഡോസ് ഇല്ലേ, അത് ഇവിടെയാണ്. ഇനി ഞങ്ങൾ പോയി ചായ കുടിക്കട്ടെ. ഞാൻ വരത്തില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ ഞാൻ വരില്ലായിരുന്നു. ഇവിടെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വന്ന്. അപ്പം കൂടെ ഞാനോ അനീഷയുടെ ന്യൂ ഇയർ മിസ്സസ് ഞാനും 8 കൊല്ലം കഴിഞ്ഞിട്ട്. ഇവക്ക് മിനിമം 8 കൊല്ലം എടുക്കും. അങ്ങനെ നമുക്ക് ചായ ഇട്ടിരിക്കണം. അവിടെ ഫ്രണ്ട്സില്ലേ? ഈ വർഷം നിങ്ങളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? ഫസ്റ്റ് നീ മിണ്ടരുത്, അനീഷ പറയൂ. പറയൂ. ഞാൻ പറയണോ? സ്വന്തം വില കളഞ്ഞ ഒന്നിൻ്റെയും പുറകെ പോയത്. ഓക്കെ. തെറ്റോ ശരിയോ maybe right or wrong, പക്ഷേ you are the only person that you have. അത് മറന്നിട്ട് എങ്ങോട്ടും പോകും, അത്രേ. ഓക്കെ, നല്ലൊരു പാഠമായിരുന്നു അത്. നല്ല വൃത്തിക്ക് പഠിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം എന്നെ പഠിപ്പിച്ച കഴിഞ്ഞ വർഷം. ഇനി നിന്റെ പാഠം എന്താണ്? ആരെയും ട്രസ്റ്റ് ചെയ്യരുത്. നമ്മളോട് ചിരിച്ചു കാണിക്കുന്ന ആരെയും ട്രസ്റ്റ് ചെയ്യരുത്. അതാണ് എൻ്റെ പാഠം. യെസ്, ഇതന്നെയാണ്. ഐ മീൻ മോറോർലെസ് കുറച്ചൊക്കെ സിമിലർ ആണ് നിങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങളും. നമ്മളെ പറ്റി മോശം പറയാൻ പറ്റുന്ന ആളാണെങ്കിൽ അയാൾ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ദുബായിൽ വന്ന് എനിക്ക് എൻ്റെ ഫസ്റ്റ് ലെസൺ അതാണ്. ഇനി എൻ്റെ പാഠം കേൾക്കണ്ടേ നിങ്ങൾക്ക്? ഇനി എൻ്റെ പാഠം നിങ്ങൾക്ക് കേൾക്കണ്ടേ? പക്ഷെ എൻ്റെ പാഠവും നിൻ്റെ പാഠവും സെയിമാണ്. അതാരുടെ ഇവളുടെ ഇതിലാണോ നിനക്കും പാഠം കിട്ടിയത്? അല്ലാതെ തന്നെ നമ്മൾ എവിടെയാണോ വാല്യൂ ചെയ്യുന്നത് അവിടെ മാത്രം നിൽക്കാം. അതല്ലാത്തടത്തുനിന്ന് ഇറങ്ങി ഓടുക, അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ ഈ വർഷം പഠിച്ച പാഠം. ആക്ച്വലി എനിക്ക് ഇവരെ കൊണ്ടൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പറയിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ മോശമാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ന്യൂ ഇയർ റെസൊല്യൂഷൻ പറയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എൻ്റെ റെസൊല്യൂഷൻ സെയിം റെസൊല്യൂഷൻ ഫോർ 2025 ആണ്. അതുകൊണ്ട് എന്ത് നിന്റെ റെസൊല്യൂഷൻ? തടി ഒന്ന് കുറക്കണം, ഈ പല്ലിലെ ക്ലിപ്പ് ഒന്ന് ഊരണം. ഇത് രണ്ടുമാണ് ഇപ്പത്തെ റെസൊല്യൂഷൻ, വേറൊന്നുമില്ല. എന്റെ കല്യാണം കഴിക്കണം, കല്യാണത്തിന് എന്തായാലും ഈ വർഷം വേണ്ട. വേണ്ടാഞ്ഞിട്ടാണോ പറ്റാഞ്ഞിട്ടാ? എനിക്ക് ഈ വർഷം റെസൊല്യൂഷൻ ഇല്ല ഗൈസ്. ഈ വർഷം ഇപ്പം ഞാൻ എന്ത് റെസൊല്യൂഷൻ എടുത്താലും ഞാൻ തീരുമ്പോഴത്തേനും ഞാൻ പറയാം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഈ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കൊച്ചേ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ എക്സ്പോയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഇപ്പം താഴെ പോയാണ്. ഈ ചായ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. കട്ടൻ പിന്നെ കുഴപ്പമില്ലല്ലേ? കട്ടൻ നല്ലതാ. ഇത് ഇല്ല. ഇവിടെ കല്യാണ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. ആരാണ് കല്യാണ പെണ്ണ്? നെക്സ്റ്റ് ബ്രൈഡ് ടു ബി. അത് കഴിഞ്ഞ ഞാനോ പിന്നെ നിന്റെ ബ്രൈഡൽ ഷവർ നമ്മൾ കത്തിച്ചിരിക്കും. കത്തിക്കൊന്നും ചെയ്യില്ല. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ എത്തി. ഇനി ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിൽ ഇത് DIP ആണ് കേട്ടോ സ്റ്റേഷൻ. ഇവിടുന്ന് നെക്സ്റ്റ് സ്റ്റോപ്പാണ് എക്സ്പോ 2020 വരുന്നത്. സോ നമ്മൾ ഇനി എക്സ്പോ 2020 എത്തിയിട്ട് വീഡിയോ എടുക്കും. സോ ഞങ്ങളിവിടെ മെട്രോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എസ്കലേറ്റർ ഇറങ്ങി വന്നപ്പോൾ ഒരെണ്ണം പോയി. ഇനി 4 മിനിറ്റ് കഴിഞ്ഞ് അടുത്തത്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇതിനെ ചിരിക്കണേ. സോ മെട്രോ വന്നേക്കുവാണ്. തുറന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ ചാടി ഓടി കയറാണ്.
next station is Expo 2020. യെസ്, സോ നമുക്കിന്ന് ന്യൂ ഇയർ ആണ് കേട്ടോ. ഇന്ന് ഡിസംബർ 31. അപ്പം ഞങ്ങൾക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഒരാഗ്രഹം. അപ്പം ഞങ്ങൾ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ അത് എക്സ്പോസിറ്റിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. ഉണ്ടാവും ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. ഈ വിവരം കണ്ടുപിടിച്ചത് ഞാനായതുകൊണ്ട് ഇവർക്ക് ആർക്കും വിശ്വാസമില്ല, എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാനൊരു റീലിൽ കണ്ടു ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ പോവാമെന്ന്, ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കാമല്ലോ. നൈറ്റിൽ ദുബായ് ഇങ്ങനെയൊക്കെയാണ് ഏകദേശം കേട്ടോ കാണാൻ. അതായത് കുറേ ലൈറ്റൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ മെട്രോയിൽ പോയതുകൊണ്ടാണ്. റൂട്ടിൽ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. രാത്രിയിൽ ഇങ്ങനെ കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇതാണ് ഒരുപാട് വ്ളോഗേഴ്സ് ഒന്നിച്ചുണ്ടായുള്ള പ്രശ്നം. അനീഷ വേറെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുക അവിടെ. ശ്രുതി പിന്നെ സമാധാനത്തിൽ ആരോടോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ വ്ളോഗറല്ല, പക്ഷേ പാർട്ട് ടൈം വ്ളോഗർ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് നേരം നിർത്തി. ആ, ഇനി കുറച്ചെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മാഡത്തിന് പുതിയ നാത്തൂരൊക്കെ ആയി. സോ എല്ലാവരോടും വിഷസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എൻ്റെ മുഖത്ത് കാണുമ്പോൾ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നില്ല അല്ലേ? ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല. ശ്രുതിയുടെ മുഖത്ത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം, നമുക്കൊരു ആഗ്രഹം. എൻ്റെ മുഖത്ത് എക്സൈറ്റ്മെന്റ് ഇല്ല. ഇല്ല, ഇപ്പം ഉണ്ട്. ഇല്ല. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തായി സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ ബട്ട് എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഒന്നു അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് തന്നെ. ഒരു 12 മണിക്ക് ഞാൻ വീടിന് പുറത്തിരിക്കുന്നത് തന്നെ ഫസ്റ്റ് ടൈമാണ്. ബട്ട് എന്നാലും ന്യൂ ഇയറിൻ്റെ അന്ന് ഇപ്പൊ ഓർമ്മയിൽ ഞാൻ ന്യൂ ഇയർ അങ്ങനെ പുറത്ത് സെലിബ്രേറ്റ് ചെയ്ത ഓർമ്മ എനിക്കില്ല. ഐ എം നോട്ട് ഷുവർ. കോളേജിൽ 4 വർഷം പോയിട്ട് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തില്ല. സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ കോളേജിൽ പോകാൻ ന്യൂ ഇയർ ഒരെണ്ണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ എന്താ പറയുക എഫേർട്ട് ഇട്ട് പുറത്ത് പോയി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ന്യൂ ഇയർ എന്താ ഇപ്പോൾ ഒരു ദിവസം സാധാരണ ദിവസം പോലെ ഒരു ദിവസം അത്രയും ഒരു ഫീലേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പോൾ ന്യൂ ഇയർ ഒരു ഫീലൊക്കെ ഉണ്ട്. നമ്മൾ എക്സ്പോ 2020 എത്തി. മെട്രോ സ്റ്റേഷനിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി മറ്റേ സ്ഥലം എവിടെയാണെന്ന് അറിയില്ല കേട്ടോ, അത് കണ്ടുപിടിക്കട്ടെ. കാരണം 12 മണിയാണ് നമുക്ക് സമയമുണ്ടല്ലോ, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ. എക്സ്പോ 2020 എത്തിയപ്പോൾ പെട്ടെന്ന് നേരം വെളിച്ചായ പോലെ ഒരു ഫീൽ. നിലത്ത് വെളിച്ചുണ്ടെങ്കിൽ ഭയങ്കര കാര്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ദാനീഷ് അവിടെ ക്യാമറ സെറ്റ് ചെയ്തു. ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോൾ ബൈ. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് വരണേ. ഇനി ഇത് കൂടെ പുറത്തിറങ്ങിയിട്ട് എവിടെയാണ് ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്ന സ്ഥലം എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ഞങ്ങൾ അതിന് പോട്ടെ കേട്ടോ. ഇവിടെ എസ്കലേറ്റർ ഉണ്ട്. ഇവിടുന്ന് ഇതുവഴി താഴ്ത്തിറങ്ങാം. അത് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സിറ്റ് 3 വഴി എക്സ്പോ സിറ്റി ദുബായ് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ദുബായ് എക്സിബിഷൻ സെൻറ്റർ. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോവാണ്. ഇനി അകത്തുനിന്ന് കാണുന്നത് കാണിച്ചു തരാം. കണ്ടോ എക്സ്പോ സിറ്റി ഇതാണ്. ഇവിടെ ആക്ച്വലി കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്കിത് എത്രമാത്രം ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. അനീഷ അവിടെ ബ്ലഷ് ചെയ്ത് നടക്കുന്നുണ്ട്. കണ്ടോ കുറേ ഫ്ലാഗ്സ് ഉണ്ട് ഇത് കൂടെ. ഇത് എൻട്രൻസ് ആണ് കേട്ടോ. അതിന് ഫ്രണ്ടായിട്ട് തന്നെ ഒത്തിരി ഫ്ലാഗ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. സോ ഞങ്ങൾ ഇനി ഫയർ വർക്ക്സ് ആവുന്നിടം വരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം. സോ വാട്ട് ടു ഡു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളിവിടെ അതാ സമയത്തിനായിട്ടുള്ളൂ. സമയത്തിനായി കറക്റ്റ് 10:12. സോ
ഇനി 2 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. എന്റെ ഫോണിലാണെങ്കിൽ നെറ്റുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ തരാം. നമുക്ക് കുറച്ച് റീൽസ് ഒക്കെ ചെയ്തിരിക്കാം. സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ പ്ലാനിങ് ടു ഡു. സോ ഇപ്പൊ സമയം 11:40 ആവാൻ പോകുന്നു. 38. 40 ആവാൻ പോകുന്നു. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ നമുക്കിനി ഒരു 20-22 മിനിറ്റ്സിൽ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യും. പ്രതീക്ഷിക്കുന്നു അതെ, അടുത്ത വർഷം തുടങ്ങുമായിരിക്കും. സോ അങ്ങനെ വി ആർ എന്താ പറയാ റെഡി ടു വെൽക്കം അവർ 2026. എന്റെ പല്ല് ഇത് വേണ്ട. Come on guys, tell me, എന്താണ് നിങ്ങൾക്ക് 2026നെ കുറിച്ച് ഉള്ള പ്രതീക്ഷകളൊക്കെ എന്താണ്? പ്രതീക്ഷയ്ക്ക് നല്ല പ്രതീക്ഷയാണ്. നല്ലൊരു വർഷമാവും തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ എന്താവുമെന്ന് അറിയാം. വിചാരിക്കുന്നു. 2025 നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നും അല്ലല്ലോ. സോ 2026 നമ്മളിങ്ങനെ കൂടുതൽ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമൊന്നുമില്ല. പക്ഷെ 2025 ഞാൻ വിചാരിച്ചിട്ടുണ്ടോ നല്ലതായിരിക്കും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഡിഫിക്കൽട്ട് ആയിരുന്നു. യെസ്, അതാ 2025 എനിക്ക് ഡിഫിക്കൽട്ട് ഒന്നല്ലായിരുന്നു. കുറച്ച് സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നു. അതല്ലാതെ കുഴപ്പമില്ലായിരുന്നു, മാനേജബിൾ ആയിരുന്നു. ഇതിനുള്ള മുമ്പുള്ള വർഷം എനിക്ക് സ്ട്രഗിൾസേ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം വളരെ മോശമായിരുന്നു. ഓ മൈ ഗോഡ്. ഇവിടെ എനിക്ക് ഫയർ വർക്ക്സ് ഉണ്ടാവുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഐ ആം നോട്ട് ഷുവർ, ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. 5, 4, 3, 2, 1. ഹാപ്പി ന്യൂ ഇയർ! ഒന്നുമില്ല ഗൈസ് ഇവിടെ. കുറച്ച് പുറകെ നിൽക്കേണ്ടുള്ളതായിരുന്നു നമ്മൾ. ഇതായില്ല. അങ്ങനെ നമ്മൾ 2026നെ വരവേറ്റിരിക്കുകയാണ്. 2026 ആയി. ഞങ്ങൾ ഇനി ഓടിപ്പോയി മെട്രോ പിടിച്ച് റൂമിലേക്ക് ഫുഡ് കഴിച്ച് റൂമിൽ പോകും. നല്ലോണം ഫുഡ് കഴിക്കണം. കാരണം ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ്, അതായത് 2026ലെ ഫസ്റ്റ് ഫുഡാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി ഫുഡ് കഴിച്ചിട്ടേ പോകുന്നു. അതെ, നാളെ നമുക്ക് പടത്തിന് പോവാം. ഓക്കെ.